സംസ്ഥാന സർക്കാരിന്റെ മദ്യനയങ്ങളെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിൽ സ്വകാര്യ ബാർ ഉടമകൾക്ക് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ ഹാജരായി. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് റോത്തഗി ഹാജരായത്. മുകുൾ റോത്തഗിയുടെ ആവശ്യം പരിഗണിച്ച് ബാർ കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 മാറ്റി. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലഗോപാൽ, വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഇന്ന് ജസ്റ്റിസുമാരായ അനിൽ ആർ ദാവെ, എ കെ അഗർവാൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ചത്. ഈ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കോടതിയിൽ ഹാജരായി. താൻ ഈ കേസിൽ ഹാജരാകിയ കക്ഷിക്ക് വേണ്ടി ഹാജരാകുകയാണെന്നും താൻ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ മുമ്പും ഹാജരായിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. ഏതാണ്ട് 30 മിനിറ്റോളം തനിക്ക് വാദിക്കേണ്ടതായി ഉണ്ടെന്നും അതിനാൽ തന്നെ കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും അറ്റോർണി ജനറൽ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ആരും എതിർത്തില്ല. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് ഈ മാസം 28 സുപ്രീം കോടതി മാറ്റുകയാണ് ഉണ്ടായത്. അറ്റോർണി ജനറൽ കണ്ണൂരിലെ 4 സ്റ്റാർ ഹോട്ടലായ സിൽവർ പേളിന് വേണ്ടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത്. ചട്ടപ്രകാരം കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ ഒരു സ്വകാര്യ കേസിൽ അറ്റോർണി ജനറലിന് ഹാജരാകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി അറ്റോർണി ജനറലിന് ഹാജരാകുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് ഈ കേസിൽ ഹാജരാകുന്നതിനുള്ള അനുമതി തേടുകയും തുടർന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തത്. മുമ്പ് ഈ കേസിൽ സംസ്ഥാന വിജിലൻസ് മേധാവിയായ വിൻസെന്റ് എം പോൾ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയോട് ബാർക്കോഴ കേസിൽ നിയമോപദേശം ആരാഞ്ഞിരുന്നു. എന്നാൽ അന്ന് നിയമോപദേശം നൽകുവാൻ അറ്റോർണി ജനറൽ തയ്യാറായില്ല. അതേ അറ്റോർണി ജനറലാണ് ഇന്ന് ഈ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഹാജരായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സർക്കാരിന്റെ നയത്തിനെതിരെ അറ്റോർണി ജനറൽ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരുകളുടെയോ നയത്തിനെതിരെ അറ്റോർണി ജനറൽമാർ കോടതിയിൽ ഹാജരാകാറില്ല. ബി ബാലഗോപാൽ, ദില്ലിയിൽ നിന്നും.